നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലുണ്ടായത് വലിയ രാഷ്ട്രീയ മാറ്റമാണ്. തമിഴ്നാട്ടിൽ വർഷങ്ങളായി അവിടെ വിജയിച്ചു വന്നിരുന്നത് ദ്രാവിഡ പാർട്ടികൾ മാത്രമായിരുന്നു. ദ്രാവിഡ പാർട്ടികൾ ഒരുക്കുന്ന കുടയ്ക്ക് കീഴിലായിരുന്നു ദേശീയ പാർട്ടികൾ തമിഴ്നാട്ടിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. കോൺഗ്രസും BJPയും എല്ലാം DMKയുടെയും AIADMKയുടെയും ഘടകകക്ഷികളായിരുന്നു. എന്നാൽ ആ ഒരു രാഷ്ട്രീയത്തിന് മാറ്റം വന്നിരിക്കുന്നു. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ മുന്നണി സംവിധാനമുണ്ട്. പക്ഷേ ഒരു സർക്കാർ രൂപീകരിക്കുമ്പോൾ മുന്നണി ഘടകകക്ഷികൾക്കാർക്കും ഈ പറയുന്ന ദ്രാവിഡ പാർട്ടികൾ, അത് AIADMK ആയിക്കോട്ടെ DMK ആയിക്കോട്ടെ, മന്ത്രിസ്ഥാനം പോലും നൽകാറില്ല. എന്നാൽ ഇതാദ്യമായി TVK സർക്കാർ രൂപീകരിച്ചപ്പോൾ ഘടകകക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നു. അതാണ് തമിഴ്നാട്ടിലുണ്ടായ വലിയ രാഷ്ട്രീയ മാറ്റം. ദ്രാവിഡ പാർട്ടികളെ ജനങ്ങൾ പൂർണ്ണമായും പിന്തള്ളിയിരിക്കുന്നു. സിനിമാ നടൻ ജോസഫ് വിജയുടെ നേതൃത്വത്തിലുള്ള TVK എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ആദ്യമായി തമിഴകത്തെ ജനത ഒരവസരം നൽകിയിരിക്കുന്നു തമിഴകം ഭരിക്കാനായി. എന്നാൽ ആ ഭരണം വളരെ തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ജോസഫ് വിജയിന് സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ജോസഫ് വിജയ്ക്കെതിരെ തമിഴ്നാട്ടിൽ ഉയരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാവേരി നദീജലവുമായി ബന്ധപ്പെട്ട തർക്കമാണ്, കർണാടകയുമായിട്ടുള്ള തർക്കമാണ്. കർണാടക സർക്കാർ തമിഴ്നാടിന് കാവേരിയിലെ നദീജലം കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു. നിയമപരമായി വരുന്ന പ്രശ്നങ്ങൾ അത് അപ്പോൾ കാണാമെന്നാണ് DK ശിവകുമാറിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാർ എടുത്തിരിക്കുന്ന തീരുമാനം. ഇത് തമിഴ്നാട്ടിലെ ലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുന്ന തീരുമാനമാണ്. വിജയിയുടെ മന്ത്രിസഭയിലെ ഘടകകക്ഷിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ വിജയ്ക്ക് ഈ തീരുമാനത്തിന്മേൽ ഒന്നും പറയാൻ കഴിയുന്നില്ല. തമിഴ്നാട്ടിലെ കോൺഗ്രസിനോ തമിഴ്നാട്ടിലെ ഈ പറയുന്ന TVKയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിനോ ഈ പറയുന്ന കർണാടക സർക്കാരിൻ്റെ തീരുമാനത്തെ ന്യായീകരിക്കാനോ തള്ളാനോ സാധിക്കുന്നില്ല. തമിഴ്നാട്ടിലെ കർഷകർക്ക് വേണ്ടി ഒരക്ഷരം മിണ്ടാതെ വിജയ് കോൺഗ്രസിന് വേണ്ടി കണ്ണും പൂട്ടിയിരിക്കുകയാണ്. കോൺഗ്രസിന്റെ ഈ തീരുമാനത്തിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ് ഈ വിജയ് മന്ത്രിസഭയുടെ പിന്തുണ പിൻവലിക്കും. അതുകൊണ്ട് തന്നെ ജോസഫ് വിജയ് വലിയ ഒരു പ്രശ്നത്തിലും പ്രതിസന്ധിയിലുമാണ്. തമിഴ്നാട്ടിൽ കത്തിപ്പിടിക്കേണ്ട ഒരു വിഷയമാണ് ഈ കാവേരി നദീജലവുമായി ബന്ധപ്പെട്ട് കർണാടക സർക്കാർ എടുത്ത തീരുമാനം. പക്ഷേ ആ കത്തിജ്വലിക്കലുകളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല. തമിഴ് വികാരം ഇപ്പോൾ എവിടെ പോയി എന്ന ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. എന്തായാലും തമിഴ്നാട്ടിലെ കർഷകർക്ക് വേണ്ടി ഒരക്ഷരം മിണ്ടാതിരിക്കുകയാണ് ജോസഫ് വിജയ് എന്ന പ്രതിപക്ഷ ആരോപണം ഈ സർക്കാർ നേരിടുകയാണ്. രണ്ടാമത്തെ കാര്യമെന്നത് കർണാടകയുമായി തന്നെയുള്ള മറ്റൊരു വിഷയമാണ്. കഴിഞ്ഞ ദിവസം 3 തമിഴ്നാട് കർഷകരെയാണ് കർണാടകയിലെ വനം വകുപ്പ് വെടിവെച്ചു കൊന്നത്. വളരെ നിർണായകമായ അല്ലെങ്കിൽ വളരെ വലിയൊരു വാർത്തയായിരുന്നു അത്. തമിഴ്നാട്ടിലെ പാവപ്പെട്ട ക്ഷീര കർഷകർ അവരുടെ കന്നുകാലികളെ കാണാനില്ലാത്തത് കാരണം വന അതിർത്തി കടന്ന് കന്നുകാലികളെ അന്വേഷിക്കാൻ പോയതാണ്. ആ തർക്കം നോക്കി ഈ തമിഴ്നാട്ടിലെ കർഷകരെ കർണാടകയിലെ വനം വകുപ്പ് വെടിവെച്ച് കൊന്നിരിക്കുന്നു. സത്യത്തിൽ കർണാടകയിൽ ഇപ്പോൾ BJP സർക്കാർ എങ്ങാനുമായിരുന്നെങ്കിൽ വലിയൊരു കത്തിപ്പടരൽ ഇപ്പോൾ നമുക്ക് കാണാമായിരുന്നു. കേരളത്തിലടക്കം വലിയ വിവാദം ഇതിൻ്റെ പേരിൽ ഉണ്ടാകുമായിരുന്നു. കർഷകരെ വെടിവെച്ചു കൊന്നു. പക്ഷേ തമിഴ്നാട്ടിലോ കർണാടകയിലോ ഇത് സംബന്ധിച്ച വലിയ അനക്കമൊന്നുമില്ല. വാർത്തകൾ ഉണ്ടാകുന്നു. തമിഴ്നാട്ടിൽ കൊല്ലപ്പെട്ട കർഷകർക്ക് വേണ്ടി തമിഴ്നാട്ടിലെ സർക്കാർ മുതലക്കണ്ണീർ ഒഴുക്കുന്നു, പേരിന് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നു എന്നല്ലാതെ തമിഴകം കത്തിയെരിയുന്നില്ല. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് പ്രതിപക്ഷ പാർട്ടികൾക്ക് പോലും അറിയില്ല. പ്രതിപക്ഷം ശക്തമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതായത് DMK തോറ്റ് തുന്നമ്പാടിയതോടുകൂടി അവരോടൊപ്പം ഉണ്ടായിരുന്ന ഘടകകക്ഷികളെല്ലാം ഈ TVKയുടെ ഭാഗമായി മാറി. DMKയുടെ ചെലവിൽ കഴിഞ്ഞിരുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മുസ്ലിം ലീഗുമെല്ലാം അവരെ വിട്ട് ഇപ്പോൾ ഭരണപക്ഷത്താണ്. അണികളും അത്ര സന്തുഷ്ടരല്ല. അതുകൊണ്ട് തന്നെ ഈ വിഷയം ഏറ്റെടുത്ത് മുന്നോട്ട് വരാൻ DMKയ്ക്ക് കഴിയുന്നില്ല. AIADMK ആണെങ്കിൽ വലിയൊരു പിളർപ്പിൻ്റെ ക്ഷീണത്തിലാണ്. ഒട്ടനവധി MLAമാരാണ് വിജയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ AIADMKയ്ക്കും ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത് അണ്ണാമലൈ മാത്രമാണ്. അണ്ണാമലയാകട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല. ഇപ്പോൾ അദ്ദേഹം BJPയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നെങ്കിലും ഏതാനും നാളുകൾക്ക് മുമ്പ് അദ്ദേഹം BJP എന്ന പാർട്ടി വിട്ടിരുന്നു. പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലെ ഒന്ന് രൂപീകരിച്ച് തമിഴ്നാട്ടിൽ പൊതുപ്രവർത്തനം നടത്തി വരികയാണ് അണ്ണാമലൈ. ഇന്നിപ്പോൾ ജോസഫ് വിജയ് എന്ന മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ അണ്ണാമലൈ മാത്രമാണ് തമിഴ്നാട്ടിൽ എന്നൊരു രാഷ്ട്രീയ സമവാക്യം രൂപപ്പെട്ടിരിക്കുന്നു. വിജയ് മന്ത്രിസഭ അത്രമാത്രം നിഷ്കളങ്കരായ മന്ത്രിസഭയൊന്നുമല്ലെന്നും വിജയ് മന്ത്രിസഭയിലെ പല മന്ത്രിമാരും കൈക്കൂലിക്കാരാണെന്നും സർക്കാർ ടെൻഡറുകൾക്ക് കൈക്കൂലി ചോദിക്കുന്നതിൻ്റെ ഓഡിയോ ക്ലിപ്പുകൾ തൻ്റെ പക്കൽ ഉണ്ടെന്നും ഇപ്പോൾ വലിയ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അണ്ണാമലൈ. വിജയ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഞെട്ടലാണ്.
തമിഴ്നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഖജനാവിൽ നിന്നും ഒരു പൈസ താൻ എടുക്കില്ലെന്നും തനിക്കതിന്റെ ആവശ്യമില്ലെന്നും ആരെയും അഴിമതി ചെയ്യാൻ അനുവദിക്കില്ലെന്നുമായിരുന്നു വിജയുടെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിൽ വിശ്വസിച്ച് കഴിയുകയായിരുന്നു തമിഴ്നാട്ടിലെ ജനത. എന്നാൽ അണ്ണാമലൈ തെളിവുകളടക്കം ഉടൻ പുറത്തുവിടുന്ന എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. തമിഴ്നാട്ടിലെ മന്ത്രിമാർ, വിജയ് മന്ത്രിസഭയിലെ മന്ത്രിമാർ നക്കാപ്പിച്ച കാശിനു വേണ്ടി ഈ ടെൻഡറുകളിൽ പണം ചോദിക്കുന്ന അല്ലെങ്കിൽ കൈക്കൂലി ചോദിക്കുന്ന ഓഡിയോ ദൃശ്യങ്ങളാണ് തൻ്റെ പക്കൽ ഉള്ളതെന്ന് അണ്ണാമലൈ ഇപ്പോൾ അവകാശപ്പെടുന്നത്. തമിഴക രാഷ്ട്രീയത്തെ കത്തിക്കാൻ കഴിയുന്ന ഒരു ആരോപണമാണ് അണ്ണാമലൈ ഇപ്പോൾ ഉയർത്തി വിട്ടിരിക്കുന്നത് എന്ന് വ്യക്തം. പാർട്ടിയില്ലെങ്കിലും വിജയിയെ ചോദ്യം ചെയ്യാൻ താൻ മാത്രമാണ് എന്ന് തെളിയിക്കുകയാണ് അണ്ണാമലൈ. AADMKയും DMKയും വായും പൂട്ടി മിണ്ടാതിരിക്കുമ്പോൾ അണ്ണാമലൈ കത്തിക്കയറുകയാണ്. വിജയിയെ ചോദ്യം ചെയ്തുകൊണ്ട് അണ്ണാമലൈ രംഗത്ത് വന്നിരിക്കുന്നു. ഇനിയിപ്പോൾ TVKയും പ്രതിപക്ഷമായി അണ്ണാമലയും മാത്രമായി പോകുമോ എന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളത്. വലിയ രാഷ്ട്രീയ പരിവർത്തനം തമിഴ്നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ അന്ത്യം കുറിക്കുന്നതിനോടൊപ്പം വിജയിയെ ചോദ്യം ചെയ്ത് പുറത്തേക്ക് വരുന്നത് അണ്ണാമലയാണ്. അണ്ണാമലയാകട്ടെ ഇപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും തിരസ്കരിച്ചുകൊണ്ട് പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളെ തമിഴ്നാട് സ്വീകരിക്കുകയാണോ? തമിഴകത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ അവർ എത്തിച്ചത് വിജയിയാണ്. പ്രതിപക്ഷ സ്ഥാനത്ത് അവർ ഇനി അണ്ണാമലയെ കുടിയിരുത്തുകയാണോ? കാത്തിരുന്നു കാണാം.